സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ക്രോമിംഗ് എന്ന ട്രെൻഡ് വീട്ടിൽ പരീക്ഷിച്ച 12-കാരന് ഹൃദയാഘാതം. ലഹരിക്കായി പെർഫ്യൂമുകൾ, ഹെയർ സ്പ്രേ, നെയിൽ പോളിഷ് തുടങ്ങിയവയുടെ പുക അഥവാ ഫ്യൂംസ് ശ്വസിക്കുന്നതാണ് ക്രോമിംഗ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഡോൺകാസ്റ്റർ സ്വദേശിയായ സീസർ വാട്സൺ കിങ് എന്ന 12 വയസ്സുകാരനാണ് ഇത്തരത്തിൽ പെർഫ്യൂം ശ്വസിച്ച് ഹൃദയാഘാതമുണ്ടാവുകയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ മാസമാണ് സംഭവം നടന്നത്. സുഹൃത്തായ ഒരു മുതിർന്ന കുട്ടിയാണ് സീസറിനെ ക്രോമിംഗ് ട്രെൻഡ് പരിചയപ്പെടുത്തുന്നത്. തുടർന്ന് കുട്ടി വീട്ടിൽ ഈ ട്രെൻഡ് പരീക്ഷിച്ചു നോക്കുകയായിരുന്നു. യുവാക്കളുടെ ഇടയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ക്രോമിംഗ് ട്രെൻഡ് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളും ഹൃദയാഘാതത്തിനും കാരണമാകാനിടയുണ്ട്. പെർഫ്യൂമിന്റെ പുക വലിച്ച് അകത്തേക്ക് കയറ്റി അപസ്മാരം പോലെ വന്ന് ബോധരഹിതനായി അടുക്കളയിൽ കിടന്ന സീസറിനെ അമ്മ നിക്കോള കിങ് ആണ് കാണുന്നത്. ഉടൻ തന്നെ അമ്മ മകന് CPR നൽകി രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. ഉടനെ തന്നെ എമർജൻസി സർവീസ് അധികൃതരെ അറിയിക്കുകയും സീസറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആശുപത്രിയിലെത്തിയതിനു ശേഷവും ഒന്നിൽ കൂടുതൽ തവണ അപസ്മാരം പോലെ അനുഭവപ്പെട്ടു. ഒരു വലിയ ശബ്ദം കേട്ടാണ് അടുക്കളയിലേക്ക് പോയത്. കുട്ടികൾ ആരെങ്കിലും വീണതാണോ എന്ന് സംശയിച്ചു. മകനെ കാണുമ്പോൾ അവൻ തറയിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. കണ്ണുകളൊക്കെ മേലോട്ടായിരുന്നു. ശ്വാസം നിലച്ചിരുന്നു. ഞാൻ കരുതി അവൻ മരിച്ചുപോയെന്ന്. വല്ലാതെ വിഷമിച്ചുപോയ സന്ദർഭത്തെപ്പറ്റി സീസറിന്റെ അമ്മയായ നിക്കോള കിങ് പറയുന്നു. നടന്നത് ക്രോമിംഗ് തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്രോമിംഗ് എന്ന ട്രെൻഡ് ആദ്യമായി ഉടലെടുക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. പിന്നീട് സമൂഹ മാധ്യമങ്ങളിലേക്ക് വ്യാപിച്ചു, പ്രത്യേകിച്ചും പുതുതലമുറയിൽപ്പെട്ട യുവാക്കളുടെ ഇടയിലേക്ക്. പെർഫ്യൂമുകളുടെയും മറ്റും പുക അമിതമായി അകത്തേക്ക് ശ്വസിക്കുന്നത് കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു. ഇതുവഴി തലചുറ്റലോ ഹാലൂസിനേഷൻ പോലുള്ള അവസ്ഥയോ ഉണ്ടാകാം. അപകടകരമായ ഇത്തരം പ്രവൃത്തികൾ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഹൃദയാഘാതത്തിന് വരെ കാരണമാകാം. പെർഫ്യൂം തുടങ്ങിയവ ലഹരിക്കായി ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന മരണങ്ങൾ 50ഓളമാണ് ഇംഗ്ലണ്ടിൽ ഒരു വർഷം റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇംഗ്ലണ്ടിലെ ഡ്രഗ് ആൻഡ് എയറസോൾ ചാരിറ്റിയായ ടോക്ക് ടു ഫ്രാങ്ക് വ്യക്തമാക്കുന്നു. ചെറിയ അളവിൽ പോലും ഇത്തരം വസ്തുക്കൾ ശ്വസിക്കുന്നത് മരണത്തിന് വരെ കാരണമാകാമെന്നും ഇവർ പറയുന്നു. തന്റെ മകനുണ്ടായ ആപത്തിനെ തുടർന്ന് ക്രോമിംഗ് എന്ന ട്രെൻഡിന്റെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനുള്ള ശ്രമത്തിലാണ് സീസറിന്റെ അമ്മയായ നിക്കോള കിങ്. തന്റെ മകനെ പാരാമെഡിക്സ് ആശുപത്രിയിൽ എത്തിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ അവർ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. സീസറിനെ പിന്നീട് ഷെഫീൽഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ അവൻ 48 മണിക്കൂർ കോമയിൽ തുടർന്നു. നടക്കാനും ശ്വസിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ 8 ദിവസത്തിനു ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥയുൾപ്പെടെ ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾ സീസറിനുണ്ടായേക്കാം. ക്രോമിംഗ് ട്രെൻഡ് പരീക്ഷിച്ച് 11ഉം 14ഉം വയസ്സുള്ള 2 കുട്ടികൾ ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിൽ മരണപ്പെട്ടിരുന്നു.